കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകലും മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവർ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമാകും. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മളോട് ഇടപെട്ട ആ ചിന്തയിലേക്ക് നമുക്ക് കടക്കുമ്പോൾ ഓരോ കാര്യങ്ങളും കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ ശ്രദ്ധയോട് കേൾക്കുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുമ്പോൾ കർത്താവിൻ്റെ കൂടെ നമുക്ക് സഞ്ചരിക്കുവാനിടയാകും. കർത്താവ് നമ്മുടെ കൂടെ, അതെ, കർത്താവിൻ്റെ കരം പിടിച്ച് നമുക്ക് നടക്കുവാനിടയാകും. ഇന്ന് നമുക്ക് ചിന്തിക്കുന്ന വിഷയം യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം നമ്മൾ വായിച്ചുവല്ലോ. അപ്പോൾ തന്നെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 9:5 പറയുന്നുണ്ട്, ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ അതെ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നെന്ന്. അപ്പോൾ തന്നെ കർത്താവ് പിന്നെ പറയുന്നുണ്ട്, അതിൻ്റെ 12:46 പറയുന്നു, എന്നിൽ വസിക്കുന്നവർ ആരും ഇരുളിൽ വസിക്കാതിരിപ്പാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ ആയിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. അതെ, നമുക്കറിയാം വെളിച്ചം ഇല്ല എങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണെന്ന്. വെളിച്ചമെന്ന് പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, ഇരുട്ട് വെളിച്ചം വരുമ്പോൾ ഇരുള് മാറിപ്പോകുന്നുവെങ്കിൽ ഹല്ലേലൂയ, യേശുക്രിസ്തുവിൻ്റെ വെളിച്ചം ദൈവത്തിൻ്റെ വെളിച്ചമാകുന്നു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവം വെളിച്ചമാകുന്നു എന്ന് യോഹന്നാൻ 1:5 പറയുന്നുണ്ട്. അപ്പോൾ തന്നെ വെളിച്ചം എന്ന് പറയുന്നത് നീതിയുടെയും സത്യത്തിൻ്റെയും അതെ അറിവിൻ്റെയും ജീവൻ്റെയും അടയാളമാണ്. ഹല്ലേലൂയ, അതേ, സ്തോത്രം. നീതിയോടെ ജീവിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഓർത്തോണം, അല്ലെങ്കിൽ ദൈവത്തിൽ അതെ ആ സത്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ആ നീതിയോടെയും സത്യത്തോടെയും അറിവോടെയും അതെ കർത്താവിൻ്റെ ആ ജീവന് നമ്മുടെ അകത്ത് വസിക്കുന്നുവെങ്കിൽ ഓർത്തോണം, യേശു കർത്താവ് നമ്മുടെ കൂടെയുണ്ടെന്ന്. ആമേൻ, സ്തോത്രം. അപ്പം നമുക്ക് ഹല്ലേലൂയ, കർത്താവില്ലാതെ ഒരു നിമിഷവും ജീവിക്കുവാൻ കഴിയത്തില്ല. കർത്താവ് നമ്മുടെ ജീവനാകുന്നു. കർത്താവ്, ഹല്ലേലൂയ, സ്തോത്രം, 1 യോഹന്നാൻ 1:4 പറയുന്നുണ്ട്, എന്താ, മനുഷ്യരുടെ യേശു കർത്താവിൽ ജീവൻ ഉണ്ടായിരുന്നു എന്ന്. അതെ, യേശു ഒരുവൻ്റെ ജീവിതം മുഴുവനും കർത്താവിൻ്റെ വെളിച്ചം നമ്മളിലേക്ക് പകരുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ആ വെളിച്ചം നമ്മളിൽ പകരുന്നത് കൊണ്ടാണ് നമ്മൾ ജീവനായി അതെ കർത്താവിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നത്. ഏത് മനുഷ്യനെയും അതെ പ്രകാശിപ്പിക്കുന്നു കർത്താവിൻ്റെ വെളിച്ചം. കർത്താവ് അല്ലെങ്കിൽ വെളിച്ചം അല്ലെങ്കിൽ കർത്താവ് വെളിച്ചമാകുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതെ, ആ കർത്താവ് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്നു. ഒരു സൂര്യൻ എല്ലാവർക്കും പ്രകാശം നൽകുന്നത് പോലെ ഹല്ലേലൂയ, ചിലർ സൂര്യനെ കാണാതെ അന്ധരാണ്. എന്നാൽ എല്ലാവർക്കും സൂര്യൻ പ്രകാശിക്കുന്നുണ്ട്. എന്നാൽ ചിലർ കണ്ണടച്ച് സൂര്യനെ കാണുവാൻ വിസമ്മതിക്കുന്നു. എന്നിരുന്നാലും സൂര്യൻ അവിടെ തന്നെ ഉണ്ട്. ഇനി കണ്ടാലും കണ്ടില്ലേലും സൂര്യൻ അവിടത്തുണ്ട്. ഇതുപോലെയാണ് യേശുക്രിസ്തു. ആമേൻ, സ്തോത്ര, ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ഒരു ഭയങ്കര വെളിച്ചമാണ് ദൈവമക്കളെ. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മുടെ കൂടെ വസിക്കുന്നെങ്കിൽ നമ്മൾ ഓർത്തോണം, നമ്മുടെ കൂടെ കർത്താവ് വസിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മളിൽ കൂടി അതെ കർത്താവിൻ്റെ സ്വഭാവങ്ങൾ, വെളിച്ചമാകുന്ന ആ സ്വഭാവ സവിശേഷതകൾ നമ്മളിൽ നിന്ന് വരുന്നത്. ഹല്ലേലൂയ. നമ്മൾ അന്ധതയിലായിരുന്നു പണ്ട്, അല്ലേ? പണ്ട് നമ്മൾ ഇരുട്ടിൻ്റെ മക്കളായിരുന്നു. ആ ഇരുളിൽ നിന്ന് നമ്മളെ വിളിച്ച് വേർതിരിച്ച് പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി. ഇനി നമ്മൾ ഇരുട്ടിൻ്റെ അവകാശിയല്ല, പിന്നെയോ വെളിച്ചത്തിൻ്റെ അവകാശിയാണ്. കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവർ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമാകുന്നു നമ്മൾ മുമ്പേ വായിച്ചു.
അതെ, കർത്താവ് നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ സത്യവും അറിവും ജീവനും എല്ലാം നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ സത്യത്തിൽ തന്നെ ജീവിക്കുമ്പോൾ ഓർത്തോണം കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട്, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളൊരു കാര്യം മനസ്സിലാക്കണമേ. ഹല്ലേലൂയ. അതെ, കർത്താവിനെ അനുഗമിക്കുന്നവർ ജീവൻ്റെ വെളിച്ചമാകും. ആ കർത്താവിനെ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ആ ജീവൻ്റെ വെളിച്ചമായിട്ട് നടക്കുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ തന്നെ ലോകത്തിൻ്റെ അന്ധതയിൽ നിന്നും നമ്മളെ വിടുവിക്കുവാൻ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. ആ അന്ധതയിൽ നമ്മൾ ആയിരുന്ന ഒരു സമയമുണ്ട്. ആ അന്ധതയിൽ നമ്മളെ കർത്താവ് വിളിച്ച് വേർതിരിച്ചതുകൊണ്ട് നമുക്ക് ആത്മീക അന്ധതയും ആത്മീക മരണവും ഇല്ലാതായി. യേശു കർത്താവ് നമ്മുടെ അകത്ത് വന്നതുകൊണ്ട്. യേശു വന്നപ്പോൾ നമ്മുടെ ആത്മീക അന്ധതയും ആത്മീക മരണവും നമ്മളെ എന്നേക്കുമായിട്ട് വിട്ടുപോയി. ഹല്ലേലൂയ. അതേ, സ്തോത്രം. നമ്മളിന്ന് മരിച്ചാലും നമുക്കൊരു സന്തോഷമുണ്ട്, നമ്മൾ ആ വെളിച്ചമാകുന്ന ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുമെന്ന്. എന്നാൽ നമ്മൾ അന്ധതയിൽ കിടക്കുകയാണെങ്കിൽ ഇരുട്ടിൻ്റെ അവകാശിയായ പിശാചിൻ്റെ അടിമത്തത്തിലേക്ക് നമ്മൾ പിന്നെയും പോകേണ്ടി വരും. എന്നാൽ യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച ഒരു ദൈവ പൈതലിന് നിശ്ചയമായിട്ടും വെളിച്ചത്തിൽ കൂടി നടക്കുവാൻ കർത്താവ് നമ്മുടെ മുന്നിലുണ്ട്. ഹല്ലേലൂയ. രാത്രിയിൽ ഒരു വെട്ടം നമ്മൾ ഒരു വെളിച്ചം നമ്മൾ കാണുകയാണെങ്കിൽ ആ വെളിച്ചം കണ്ട് നമ്മൾ നടക്കുന്നത് പോലെയാണ് യേശുക്രിസ്തുവിൻ്റെ കൂടെ നമ്മൾ നടക്കുന്നത്. ഇന്ന് പകൽക്കാലം നമ്മളൊരു കാര്യം ചിന്തിക്കണമേ. ഇരുട്ടിൻ്റേതായ ഒരു സ്വഭാവങ്ങളിലും നമ്മളിൽ കാണാതെ വെളിച്ചമുള്ളവരായി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ സ്തോത്രം കൂരിരുൾ താഴ്വരയിൽ കൂടി ഞാൻ നടന്നാലും ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് വെളിച്ചമാണ്. എത്ര ഇരുട്ടാണെങ്കിലും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഭയങ്കര വെളിച്ചമാണ്. ഇന്ന് പകൽക്കാലം ആ വഴിയും സത്യവും ജീവനുമായ കർത്താവിൻ്റെ കൂടെ നമുക്ക് സഞ്ചരിക്കാം. എത്ര ഹല്ലേലൂയ, സ്തോത്രം, പ്രതികൂല പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞാലും യേശു കർത്താവ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മുടെ അന്ധതയെല്ലാം മാറും. ഇന്ന് പകൽക്കാലം നമ്മൾ വെളിച്ചമുള്ളവരായി, വെളിച്ചത്തിൻ്റെ മക്കളായി, വെളിച്ചത്തിൻ്റെ ഫലം കായ്ക്കുന്നവരായി, വെളിച്ചത്തിൽ ജീവിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഓരോ ദിവസവും കർത്താവ് തരുന്ന ഓരോ ചിന്തകളും നമ്മൾ സശ്രദ്ധം ശ്രദ്ധിച്ച് മുന്നോട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ ഓരോ ദിവസവും ദൈവം നമ്മൾക്ക് ഹല്ലേലൂയ ഓരോ തോട്ടുകൾ തരുമ്പോൾ നമ്മൾ അതനുസരിച്ച് കർത്താവെ ഇന്ന് കേട്ട വചനത്തിൻ്റെ മുന്നിൽ എന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു, ജീവിക്കാനുള്ളൊരു ദൈവകൃപ എനിക്ക് തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമുക്ക് സ്വയമേ നല്ലതാകാൻ പറ്റത്തില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പോലെ. ഹല്ലേലൂയ. ആര് വേണം നമ്മുടെ കൂടെ? നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ വസിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇരുട്ടിൽ നടക്കാതിരിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, കർത്താവിൻ്റെ അവൻ്റെ അമിത ബലത്തിലും നമ്മൾ ആശ്രയിച്ച് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി ജീവിപ്പാൻ, അവൻ്റെ വചനത്തിലും അവൻ്റെ ഹല്ലേലൂയ സ്തോത്രം അവൻ്റെ സത്യത്തിൽ നമുക്ക് ജീവിപ്പാൻ, അവൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹിതത്തിനും ജീവിപ്പാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലവും സ്വർഗം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ഇന്ന് പകൽക്കാലവും അപ്പാ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ, ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന പിതാവേ, ഞങ്ങൾ പലപ്പോഴും കർത്താവെ ഇരുട്ടിൻ്റെ സ്വഭാവമുള്ളവരായിരുന്നു. ഇരുട്ടിലായിരുന്നു ഞങ്ങൾ കിടന്നത്. ഞങ്ങൾ ആർക്കും വേണ്ടാത്ത കൂരിരുട്ടിൽ കിടന്ന ഞങ്ങളെ കർത്താവെ, അന്ധതയിൽ കിടന്ന ഞങ്ങളെ കർത്താവ് അന്ധകാരത്തിൽ ഞങ്ങളെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച് വേർതിരിച്ച് പുത്രൻ്റെ രാജ്യത്തിലാക്കി ആ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം സ്വർഗം ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങൾ പലപ്പോഴും ബലഹീനരാകുമ്പോൾ ഞങ്ങളെ ബലപ്പെടുത്തുന്ന ദൈവശക്തിയാൽ ഞങ്ങളുടെ ആത്മീക ബലഹീനത ഞങ്ങളെ ആത്മീക ബലമുള്ളവരാക്കി തീർക്കണമേ. സകല ആത്മീക അന്ധത ഞങ്ങൾ എവിടെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് ഒളിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ സകല ആത്മീക അന്ധത മാറിപ്പോകട്ടെ. ഒരു കാരണവശാലും ഞങ്ങൾ ആത്മീക മരണം ഞങ്ങൾക്ക് സംഭവിപ്പാൻ ഇടവരാതെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് അങ്ങയുടെ വചനത്തിൽ അടിയുറച്ച് ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ തക്കണം. അങ്ങയുടെ അത്യന്ത ശക്തി ഞങ്ങളുടെ മൺകൂടാരത്തിലേക്ക് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേഹി ആത്മാവിലേക്ക് നിൻ്റെ ശക്തി പകർന്നാട്ട് കർത്താവേ. എൻ്റെ വചനം കേട്ട കർത്താവേ, ഈ നിൻ്റെ മക്കളോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ കുഞ്ഞുങ്ങൾ വിവിധ രാജ്യങ്ങളിൽ, വിവിധ സംസ്ഥാനങ്ങളിൽ, വിവിധ ജില്ലകൾ കർത്താവെ, സ്തോത്രം, എല്ലാ മേഖലകളിലും കർത്താവെ നിൻ്റെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അവർ അവിടെ എവിടങ്ങളിൽ ഇരുന്ന് അങ്ങയുടെ വചനത്തെ ശ്രദ്ധിക്കുമ്പോൾ അവരിലേക്ക് അത് ജീവനായി വെളിപ്പെട്ട് കർത്താവെ ഇന്ന് പകൽക്കാലം ആ ജീവൻ്റെ ആ തുടുപ്പ് അവർക്കകത്തൂടെ കർത്താവിൻ്റെ ജീവൻ്റെ കർത്താവിൻ്റെ വെളിച്ചത്തിൻ്റെ കർത്താവിൻ്റെ ജ്ഞാനം അവരിൽ കൂടി പ്രകാശിപ്പാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സകലത്തിലും പരിശുദ്ധാത്മാവ് തന്നെ
നിയന്ത്രിക്കും. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.